കുറച്ചു ദിവസം മുമ്പ് മഹാരാജ ഹോസ്റ്റൽ കണ്ടിരുന്നു. ഹൊറർ കോമഡി അങ്ങനത്തെപ്പെട്ട ചിത്രമാണ്. അഖിൽ NRD, അഖിൽ ഷാ, ശരത് അങ്ങനെയുള്ളവരൊക്കെയാണ് ഇത് മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന. ഇവരെയൊക്കെ നമ്മൾ റിയൽസിൽ കണ്ടിട്ടുണ്ട്, യൂട്യൂബിലും ഷോർട്സിലൊക്കെ, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവരെ. അപ്പോഴേക്ക് അവർ അവരുടെ ഓൺ സ്ക്രിപ്റ്റും ഫ്രണ്ട്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നമുക്ക് ഡൈജസ്റ്റ് ആകുമായിരുന്നു. പക്ഷേ ഈ സിനിമയിലോട്ട് വന്നപ്പം, വലിയ സ്ക്രീനിലോട്ട് വന്നപ്പം കുറച്ചുകൂടെ ഒന്ന് ഹോംവർക്ക് ചെയ്യിച്ചിട്ട് ഇറക്കുമായിരുന്നു നല്ലത്. മോശം എന്നല്ല പറഞ്ഞു, കുറച്ചുകൂടെ ഹോംവർക്ക് ചെയ്യിച്ചിട്ട് ഇറക്കുമായിരുന്നെങ്കിൽ പടത്തിന് കുറച്ചുകൂടെ റീച്ച് കിട്ടുമായിരുന്നു. ഇവരിലെ കോമഡി എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു സിനിമാറ്റിക് ഫോമിലോട്ട് കൊണ്ടുവരുന്നത് നല്ലതായിരുന്നു. ഇന്നിപ്പോൾ സിനിമ എടുക്കുന്ന എല്ലാവരും ഷോർട്ട് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. ഇവരോടുള്ള പ്രണയം കൊണ്ടല്ല, പ്രധാനമായിട്ടും ഇവരുടെ മാർക്കറ്റ്. ഇവരെ ഫോളോ ചെയ്യുന്നവർ ഈ പടം ഇറങ്ങുമ്പം സ്വാഭാവികമായിട്ട് തിയേറ്ററിൽ പോയി കാണാനും OTT വരുമ്പോൾ കാണാനും അത് മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യാനൊക്കെ സാധ്യത കൂടുതലാണ്. ആ ഒരു മൈലേജ് കൊണ്ടാണ് ഇവരെടുക്കുന്നത്. മെയിൻ ഫിലിം ആക്ടേഴ്സ് ഉണ്ടെങ്കിലും ആ കൂടെ തന്നെ സൈഡ് വെക്കാറുണ്ട്. കാരണം മെയിൻ ഫിലിം ആക്ടേഴ്സിനേക്കാളും കൂടുതലും പബ്ലിക്കിൻ്റെ ഇടയിൽ നല്ല ലൈവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെ അവിടെ പ്ലേസ് ചെയ്യുമ്പം ഇവരിത് ഇവരുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും സ്റ്റോറി ഇടുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല റീച്ച് കിട്ടും. പക്ഷേ പെർഫോമൻസ് ലെവലിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യുമായിരുന്നു തോന്നുന്നു. സ്ക്രിപ്റ്റ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും എഡിറ്റിംഗ്, മ്യൂസിക് എല്ലാം ഒരു ആവറേജ് അത്രേ ഉള്ളൂ. കോമഡിയൊക്കെ ഇവർ പ്രസന്റ് ചെയ്യുമ്പോൾ, അഖിൽ NRD ഒക്കെ പ്രസന്റ് ചെയ്യുമ്പം ഷോർട്ട് വീഡിയോസിൽ കാണിക്കുന്ന അതേ പരിപാടികളൊക്കെ തന്നെ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഷോർട്ട് വീഡിയോയിൽ കാണുമ്പോൾ ഓക്കെ, ഇതൊരു ലോങ് ഫിലിമിലോട്ട് വരുമ്പം അതൊക്കെ ആളുകൾക്ക് എങ്ങനെ ഡൈജസ്റ്റ് ആവും എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്നു, മെക്കിൽ പെണ്ണില്ല, ഇതൊക്കെ സ്ഥിരം സിനിമാക്കാർ പറഞ്ഞു പോയ സാധനം. അത് വീണ്ടും എഞ്ചിനീയറിങ്, മെക്ക്, പെണ്ണില്ല, റാഗിങ്, സീനിയേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ, സീനിയേഴ്സുമായിട്ടുള്ള സൗഹൃദം, കോളേജിലെ സ്പെഷ്യൽ ഡേയ്സ്, സെലിബ്രേഷൻസ്, ഇത് എല്ലാം കൂടെ സ്ഥിരം കണ്ട് മടുത്ത് പണ്ടാരടങ്ങിയ സാധനങ്ങളാണ്. പിന്നെ അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തുമ്പോൾ നമുക്കൊരു പുതുമ ഫീൽ ചെയ്യും. ഈ കോമഡിയൊക്കെ ഒരു ചെളി കോമഡിയായിട്ടാണ് എനിക്ക് തോന്നിയത്. വെറുതെ അനാവശ്യത്തിനൊക്കെ എന്താ പറയുന്നത്, ഈ വളി വിടുന്ന പോലും കോമഡി ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ ഒരു തിയേറ്ററിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയില്ല. ഷോർട്ട് വീഡിയോസിൽ ഈ ഇങ്ങനത്തെ കോമഡികളൊക്കെ പുള്ളി ഇടാറുണ്ട്. പുള്ളിയുടെ ഈ അഖിലിൻ്റെ ഈ ഷോർട്ട് വീഡിയോസിലെ പെർഫോമൻസിന് ഉപയോഗിക്കുന്ന അതേ കോമഡിയൊക്കെ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുമ്പം എന്ത് റെലവൻസ് എന്നുള്ളൊരു ചോദ്യം എനിക്ക് തോന്നി കേട്ടോ. ഒരു പേര് വൈബ് ശംഭു പുതിയ സാധനങ്ങൾ ഇറക്കുന്നതായിരിക്കും. അതൊക്കെ ഈ പടത്തിന്റെ ഡയറക്ടർ തെലുങ്കാരൻ്റെ, അങ്ങനെ മലയാളം അറിയത്തില്ല, അങ്ങനെയുടെ ഫസ്റ്റ് പടമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ പ്രൊഡ്യൂസറും തെലുങ്കാണ്ടാണ്. അയാൾക്ക് സ്ക്രിപ്റ്റ് തന്നെ മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവരുടെ പ്രണയമൊക്കെ ശോകമാണ്. ഈ പടത്തിൽ എന്തോ ദീപിക ഓടി, എവിടെ ഓടി, ആരുടെ പുറകെ ഓടി, കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു കോമഡിയാന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. നമുക്കിത് കോമഡിയായിട്ടൊന്നും ഫീൽ ചെയ്യാൻ സാധ്യത കുറവാണ്. എനിക്ക് ഫീൽ ചെയ്യില്ല. ഈ അഖിലിന്റെ ദേഷ്യവും മാസും ഒക്കെ കുറെ കാണിക്കുന്നുണ്ട്. പ്രണയമൊന്നും ഒട്ടും നമുക്ക് വർക്കൗട്ട് ആകുന്നില്ല ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ അനാവശ്യത്തിനുള്ള പാട്ടുകൾ, എന്താണ് ഈ പാട്ടൊക്കെ ഒന്നും ആർക്കും വേണ്ടതാനും. ആര് കാണുന്നു കേട്ടിരിക്കുമ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പണ്ടാരൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള മനുഷ്യൻ ആലോചിക്കുന്നത്. ഈ ഡയറക്ടർമാരും റൈറ്റർമാരുടെ ഒക്കെ വിചാരം ഈ പാട്ട് കണ്ടിട്ടാണ് അവിടെ വരുന്നവരെല്ലാം ഈ പാട്ട് കേൾക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ പാട്ടിന് നല്ല നിലവാരം വേണം. തമിഴിലൊക്കെ കാണുന്നുണ്ട് പിന്നെ എന്തുമാത്രം പാട്ടുള്ള, പക്ഷെ ചില പാട്ടുകൾ കേൾക്കാൻ സുഖമുണ്ട്. എന്നാൽ ഈ പാട്ടെന്നുള്ള സാധനം തിയേറ്ററിൽ നിർത്തി മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു കുട്ടി വലുതായി വരുന്നൊക്കെ കാണിക്കാൻ വേണ്ടി, അങ്ങനെ അതിന്റെ സ്ട്രഗിൾസ് ഒക്കെ കാണിക്കാനാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാതെ എന്നാ കാണാൻ വേണ്ടി ഈ പാട്ട്? ഇവർക്ക് ഇത്രയ്ക്ക് ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ പാട്ടുകൾ യൂട്യൂബിൽ ഇറക്കുക, നമ്മൾ എന്താണെങ്കിലും മൊബൈൽ എപ്പോഴും നോക്കുക. അല്ലെങ്കിൽ ഞാൻ വിഷ്വൽസ് ഒക്കെ അത്രയ്ക്കും ക്വാളിറ്റി ഉള്ള പണിയെടുത്ത സാധനമായിരിക്കണം. ഒന്നാമത്തെ കാര്യം, ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് സിനിമ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യിക്കുമ്പം ഇവർ ഈ മൊബൈൽ പോർട്രേറ്റ് മോഡിൽ പിടിച്ചിട്ട് ചെയ്യുന്ന പരിപാടി അല്ല ഒരു ഫുൾ ഫ്രെയിം ക്യാമറ ആയിട്ട് വരുന്നത്. അത് ആദ്യം അവർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ആ ഫ്രെയിമിൽ ഇരുന്നതല്ല ഈ ഫ്രെയിമിൽ കാണണം എന്നുള്ളത് അവർക്കത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അവരെ കൊണ്ട് ചെയ്യിക്കുവാണ് നല്ല ഭംഗി. ഞാൻ പറയട്ടെ, നമ്മുടെ വാഴയ്ക്കകത്തെല്ലാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ലേ, ആവേശം അതിൻ്റെ അകത്ത് പിള്ളേരെല്ലാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ലേ, അതുപോലെ ചെയ്തെടുക്കണം. ഇതൊരു വാച്ചബിൾ മൂവിയാണ്. ഈ പ്രേതം വരുന്ന അന്തരീക്ഷമൊക്കെ അത്യാവശ്യം വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പടത്തിന്റെ സൗണ്ട് മിക്സിങ് അത്യാവശ്യം നല്ലതാണ്. എന്താണെങ്കിലും ഇവരുടെ ഒരു നല്ലൊരു അറ്റംപ്റ്റ് ആണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ വെച്ച് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വർക്ക്ഷോപ്പൊക്കെ നടത്തി ഇവരുടെ ടാലന്റ് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പടം വേറെ ലെവലാവും. അതിലൊക്കെ നല്ല കഴിവുള്ള ആൾക്കാർ തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.